വിഷയം എന്ന് പറഞ്ഞാല് മാൽഡീവ്സ് ആണ്. മാൽഡീവ്സ് നമ്മൾ സറൗണ്ടിങ്ങിലുള്ള രാജ്യങ്ങൾ, നമ്മളെ നെയ്ബർ രാജ്യങ്ങളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മാൽഡീവ്സ്, നേപ്പാൾ, ശ്രീലങ്ക, ബംഗ്ലാദേശ് ഇതിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് മാൽഡീവ്സിന്റെ കാര്യം, ഒരു ബാങ്ക്രപ്സിയിലേക്ക് പോകാനുള്ള വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ ചൈനയ്ക്ക് ഒരുപാട് കടം കൊടുക്കാനുണ്ട്. അപ്പൊ അതിലുപരിയായിട്ട് അവർക്ക് ടൈം ലൈൻ നീട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ ഒരു 5 വർഷത്തേക്ക് കടം നീട്ടിത്തരുമോ എന്നുള്ള നിലയിൽ ചൈന എടുത്ത് ചോദിക്കാനൊക്കെ ഇരിക്കുകയാണ് എന്നുള്ള ഒരു വാർത്ത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൂടുതൽ ഡെവലപ്പായി വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, മൊയ്സു ഇപ്പൊ ഇന്ത്യയുടെ അടുത്ത് കടം ചോദിച്ചു വന്നിരിക്കുകയാണ്. അതാണ് അവസ്ഥ. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ ബ്രീഫായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ വിഷയത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ മുഹമ്മദ് മൊയ്സു എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി ഗെറ്റ് ഔട്ട് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിനൊക്കെ നടത്തിക്കൊണ്ട് പല രീതിയിലുള്ള നാടകങ്ങളൊക്കെ നടത്തിയാണ് ഈ ഒരു പദവിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പഴയ സ്റ്റോറി ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. എന്തൊക്കെയാണ് മാൽഡീവ്സിൽ നിന്ന് ഈ ഒരു മൊയ്സു കാണിച്ചു കൂട്ടിയത്. ഫസ്റ്റ് ചൈനയെ വിസിറ്റ് ചെയ്തു, ട്രഡീഷണൽ ആയിട്ട് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്ന വരവൊക്കെ ക്യാൻസൽ ചെയ്തുകൊണ്ട് പല രീതിയിലുള്ള നാടകങ്ങൾ തന്നെയാണ് നടത്തിക്കൂട്ടിയത്. സുനാമി വന്ന സമയം ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ മെഡിക്കൽ സൈഡിലായിക്കോട്ടെ പല രീതിയിലുള്ള സഹായം. പണ്ട് നമ്മളെ ഇന്ദിരാഗാന്ധി, മാലിയിലുള്ള ഹോസ്പിറ്റൽ, ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത് ഇന്ത്യ അവിടെ പണിത് കൊടുത്ത ഹോസ്പിറ്റലാണ്. അപ്പൊ ആ രീതിയിൽ പണ്ട് തൊട്ടേ മാലിക്ക് നല്ല രീതിയിലുള്ള ഹെൽപ്പ്, സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്ത് രാജ്യമാണ് ഇന്ത്യ. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇടയ്ക്ക് ഈ മൊയ്സുവിനെ പോലെയൊക്കെ ചില ആൾക്കാർ വരുമ്പോഴത്തേക്കും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിലുപരിയായിട്ട് മാലിയുമായിട്ട് നമുക്ക് ആ രീതിയിലുള്ള വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് മാലിക്ക് വന്ന ചില പ്രശ്നങ്ങൾ. ഈ സോവറിനിറ്റി, ഒരു രാജ്യത്തിന്റെ രാജ്യസ്നേഹം അല്ലെങ്കിൽ പാട്രിയോട്ടിസം, ഇതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പൊളിറ്റിക്സ് കളിക്കുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെ പൊളിറ്റിക്സ് കളിക്കുമ്പോഴത്തേക്കും സംഭവിക്കുന്ന പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വെച്ചിട്ട് ഇങ്ങനെ എക്സ്പോസ്ഡ് ആവേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ അങ്ങനെ എക്സ്പോസ്ഡ് ആയ 2 നേതാക്കളുണ്ട് ലോകത്ത് ഇപ്പൊ നിലവിലുള്ളതിൽ. അതിലൊന്ന് ജസ്റ്റിൻ ട്രൂഡോയാണ്. ഖാലിസ്ഥാനികളെ സ്നേഹം പിടിച്ചു പറ്റിക്കൊണ്ട് കനേഡിയൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, കനേഡിയൻസ് റൂൾ ഓഫ് ലോ, വി ആർ ഫോളോവിങ് റൂൾ ഓഫ് ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ വിടുവായിത്തരം പറഞ്ഞുകൊണ്ട് വന്നിരുന്ന വ്യക്തിയാണ് ജസ്റ്റിൻ ട്രൂഡോ. അവസാനം കോമാളിയായി മാറി. കനേഡിയൻ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞ ആ ഒരു പൊസിഷന് തന്നെ അപമാനകരമായി മാറിത്തീർന്ന് പദവി രാജിവെച്ച് പോകേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ജസ്റ്റിൻ ട്രൂഡോ. അയാൾ അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. ആ രീതിയിൽ ഒരു രീതിയിലും ഒരു രാജ്യവുമായിട്ട് ഡിപ്ലോമസി എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല, എന്താണ് ഒരു ബാക്ക് ഡോർ ചർച്ച എന്ന് അറിയത്തില്ല, എന്താണ് നെഗോസിയേഷൻസ് അറിയത്തില്ല. ഈ രീതിയിലൊന്നും വളരെ സ്റ്റബനായിട്ട് ഒരു ഖാലിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു സെക്ടിന് വേണ്ടി മാത്രം നിലകൊള്ളുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ബാലിശമായിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ ഒരു രാജ്യത്തിനും കിട്ടാതിരിക്കട്ടെ എന്നേ നമുക്ക് പറയാനുള്ളൂ. അപ്പൊ ജസ്റ്റ് എന്തായാലും ഒഴിഞ്ഞു പോട്ട്. നമുക്ക് അടുത്ത കാര്യം നോക്കി കഴിഞ്ഞാൽ അതുപോലെ ഒരു കളിയാണ് മൊയ്സു കളിച്ചുകൊണ്ട് വന്നത്. പക്ഷെ മൊയ്സുവിന് അവിടെ കസേരയിൽ കയറി ഇരുന്നപ്പോഴാണ് മനസ്സിലായത്, ഇത് കളി വേറെയാണ് സംഭവം. ഇന്ത്യക്ക് ഇവിടെ ഒരുപാട് റോളുണ്ട്, ഇന്ത്യ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ചരിത്രപരമായി തന്നെ ഇന്ത്യയുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഇന്ത്യ ഇവിടെ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മാൽഡീവ്സിന് ഒരു ചലനം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് പുള്ളി തിരിച്ചു വന്നത്. അല്ലാതെ ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് നല്ല രീതിയിൽ അങ്ങ് ബന്ധം സ്ഥാപിച്ച് ഭയങ്കരമായിട്ട് പീപ്പിൾ ടു പീപ്പിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ വന്ന ഒരു വ്യക്തി അല്ല മൊയ്സു. പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം ഇന്ത്യ ആശ്രയിക്കാൻ വന്ന വ്യക്തിയാണ്. അത് നല്ല രീതിയിൽ മനസ്സിലാക്കിക്കോണം. കാര്യം അകത്ത് കയറി ഇരുന്ന് ബുക്കൊക്കെ നോക്കി കണക്കൊക്കെ നോക്കി മനസ്സിലാക്കിയപ്പോഴാണ് കാര്യങ്ങൾ പിടികിട്ടിയത്. ഇന്ത്യ ചില്ലറയല്ല ഇവിടെ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് ഒരു 84 പട്ടാളക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇവരെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് മൊയ്സു ഈ കളി മൊത്തം കളിച്ചത്. കാര്യം വേറെ ഒന്നുമില്ല, ചൈനയ്ക്ക് ഒരു തവണയെങ്കിലും മാൽഡീവ്സിൽ അവരുടെ സ്പൈ ഷിപ്പ് കൊണ്ട് ഡോക്ക് ചെയ്യണം. അതിന് സൗകര്യം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര പരിപാടികൾ മൊത്തം, കലാപരിപാടികൾ മൊത്തം കാണിച്ചു കൂട്ടിയത്. ചൈനയാണെങ്കിൽ അവസരത്തിന് ഉപയോഗിക്കും. അത് ഈ ചൈന എങ്ങനെയാണ് ഇപ്പൊ മാൽഡീവ്സിനെ പെടുത്തിയത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. ഈ വിഷയങ്ങളൊക്കെ നടന്നപ്പോഴാണ് ലക്ഷദ്വീപിൽ നിന്ന് പ്രൈം മിനിസ്റ്റർ മോദി ഒരു ഫോട്ടോ പബ്ലിഷ് ചെയ്തത്. എവിടെ പോയാലും ഫോട്ടോ ഒക്കെ എടുത്ത് പബ്ലിഷ് ചെയ്യുന്നത് പുള്ളിയുടെ ഒരു ശീലമാണ്. അപ്പൊ ആ രീതിയിലും ലക്ഷദ്വീപിൽ പോയപ്പോഴത്തേക്ക് ഒരു ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്താണ്. അത് ഭയങ്കരമായിട്ട് വൈറലായി. അതുകൊണ്ട് തന്നെ ടൂറിസം ഏറ്റവും കൂടുതൽ കൂപ്പുകുത്തുന്ന അവസ്ഥയിലേക്ക് പോയി. മാൽഡീവ്സിലെ ടൂറിസം മൊത്തത്തെ തകർന്ന് തരിപ്പണമാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇന്ത്യയോടുള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറയാം. കാരണം ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളായിട്ട് എത്തുന്നത്. എന്നിട്ടും അവര് ഇന്ത്യക്കാർക്ക് വൃത്തിയില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഈ മാൽഡീവ്സിലെ വ്യക്തികൾ. അതിന്റെ പേരിൽ 3 മന്ത്രിമാരെ സസ്പെൻഷനിലൊക്കെ ആക്കി വെച്ചിട്ടാണ് മൊയ്സു ഇന്ത്യയിലേക്ക് വന്നത്. മാൽഡീവ്സിൽ പ്രധാനമായിട്ടുള്ള സോഴ്സ് എന്ന് പറഞ്ഞാൽ ഫിഷിംഗ് ആണ് പ്രധാനമായിട്ട്. ടൂണയാണ് അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന സാധനം. അതിലുപരിയായിട്ട് അവിടെ ഉള്ളത് ടൂറിസമാണ്. ഈ ടൂറിസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ആൾക്കാർ പോയി താമസിക്കണം, എന്നാൽ മാത്രമേ ടൂറിസം അവിടെ ഡെവലപ്പ് ആവുള്ളൂ. 2022-2023 ശ്രീലങ്കയ്ക്ക് വന്നല്ലോ ഒരു അവസ്ഥ, ഡെഡ് ട്രാപ്പ് ചൈനയുടെ. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പം മാൽഡീവ്സിന് വന്നിരിക്കുന്നത്. മാൽഡീവ്സ് ഇപ്പം അവരുടെ 2 ഡ്യൂ തിരിച്ചടവിന്റെ സമയമായിരിക്കുകയാണ്. ആ 2 ഡ്യൂ എന്ന് പറഞ്ഞാൽ ചില്ലറ എമൗണ്ട് അല്ല. ആ എമൗണ്ട് കണ്ടെത്താൻ തന്നെ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് വരുന്ന ഒരു മാൽഡീവ്സ് ആണ് ഇപ്പോൾ മുന്നോട്ട് നിൽക്കുന്നത്. 2024 അവരുടെ കടം $8.2 ബില്യൺ ആണ് അവരുടെ കടം. അതായത് ഒരു രാജ്യം കടം എടുക്കുന്നത്, നമുക്ക് ബിസിനസ് ലോൺ എടുക്കാം, അതേപോലെ എന്റർടൈൻമെന്റ് ലോൺ എടുക്കാം. ബിസിനസ് ലോൺ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ ബിസിനസ് ഇട്ട് പൈസ ഉണ്ടാക്കാന്ന് പറയാം. എന്റർടൈൻമെന്റ് ലോൺ ആണെങ്കിൽ എന്ത് ചെയ്യും? പൈസ വന്ന് പോയി ആ രീതിയിലുള്ള അവസ്ഥയാണ്. അതുപോലെയാണ് ഇപ്പോൾ മാൽഡീവ്സിന്റെ അവസ്ഥ. 2024 ഒരു 600 മില്യൺ അടയ്ക്കാനുണ്ട്. ഈ 2025 ഒരു 600 മില്യൺ ഇപ്പൊ ചൈനയ്ക്ക് റീപേയ്മെന്റ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്.
അപ്പൊ ഏതാണ്ട് 1.2 ബില്യൺ അവിടെ ഇപ്പം തന്നെ വേണം എന്നുള്ളതാണ് അവസ്ഥ. അവർക്ക് ഫോറിൻ കറൻസി ഡെഫിസിറ്റ് വന്ന സമയത്ത് ഡോളറിന് വേണ്ടിയിട്ട് ഇന്ത്യ അവരെ സഹായിച്ചുകൊണ്ട് ഒരു $750 മില്യൺ ഒരു ഹെൽപ്പാണ് ഇന്ത്യ ചെയ്തത്. വീണ്ടും അവിടെ ടൂറിസ്റ്റുകൾ പോയി തുടങ്ങി. പക്ഷേ പഴയതുപോലെ പോയി തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യചിഹ്നമാണ്. പഴയതുപോലെ പോയി തുടങ്ങിയില്ല. കാരണം ആൾക്കാരുടെ മനസ്സിൽ തന്നെ ആ ഒരു വിഷയം വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ അതിലുപരിയായിട്ട് ആ മാൽഡീവ്സിലുള്ള ആൾക്കാർക്ക് ഇന്ത്യക്കാരോടുള്ളത് ഒരു ജലസാണ്, അസൂയാണുള്ളത്. അത് എന്തുകൊണ്ടാണ് നമുക്കറിയത്തില്ല. ഏതെങ്കിലും ഒരു മാൽഡീവ്സിന് അപ്പൊ നിങ്ങൾ ഒരു 10 പേരെ കണ്ടു കഴിഞ്ഞാൽ ഒരു 8 പേർക്കും ഒരു അസൂയ ഉള്ള ഒരു സ്വഭാവം ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിലുപരിയായിട്ട് ഷാർജ ബാങ്ക് ഒരു $2 ബില്യൺ ഇവർക്ക് കടം കൊടുത്തിട്ടുണ്ട്. അതും ഇപ്പൊ തിരിച്ചടവിന്റെ ഒരു ടൈമിലേക്ക് വന്നിരിക്കുകയാണ് ഷാർജ ബാങ്ക്. ഇതിലുപരിയായിട്ട് ഒരു അറബ് രാജ്യങ്ങളിലൊക്കെ പോയി കടം ചോദിക്കുന്നുണ്ട്. അതിൽ മിക്ക അറബ് രാജ്യങ്ങൾ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ പറയുന്നത് ഇന്ത്യയുടെ അടുത്ത് പോയി അപ്രോച്ച് ചെയ്യാനാണ് പറയുന്നത്. കാരണം ഈ ഒരു തിരിച്ചടവിന്റെ ടൈമൊക്കെ വരുമ്പോഴത്തേക്കും ഏറെക്കുറെ ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ഇന്ത്യയുമായിട്ടുള്ള ബിസിനസ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് അവർക്ക് റീപേയ്മെന്റ് പോലും തിരിച്ചു കിട്ടുക എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് അറിയാലോ, വേൾഡ് ബാങ്കോ IMF പോലും തിരിച്ചടവ് ഉണ്ടെങ്കിൽ മാത്രമേ പൈസ കൊടുക്കുള്ളൂ. അപ്പൊ ആ സാഹചര്യത്തിൽ ഇപ്പൊ അറബ് രാഷ്ട്രങ്ങൾ പോലും അങ്ങനെ പൈസ കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഇനി അമേരിക്കയിലേക്ക് ചോദിക്കാന്ന് പറഞ്ഞാൽ അമേരിക്ക അവിടെ ട്രംപ് USAIഡുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ നിന്നും ഫണ്ട് മേടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ശരിക്കും മാൽഡീവ്സിലെ മൊയ്സ് പെട്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇപ്പൊ അതിനുവേണ്ടി കുറെ മെഷർമെന്റ്സ് ഒക്കെ അവർ എടുത്തിട്ടുണ്ട്. അവരിപ്പോ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളില് ടൂറിസ്റ്റുകൾക്ക് ടാക്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഈ ടാക്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വേറൊരു പ്രശ്നമുണ്ട്. മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരുടെ ടൂറിസം അവിടെ കുറയും. കാര്യം ടാക്സ് കൂട്ടിക്കഴിഞ്ഞാൽ ഇത് സംഭവിക്കില്ല, സ്വാഭാവികം. മിഡിൽ ക്ലാസ്സിലെ ആൾക്കാർ പോകുന്ന രീതിയിലുള്ള ടൂറിസമാണ് ഏറ്റവും കൂടുതൽ സക്സസ് ആവുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു മിഡിൽ ക്ലാസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് ഈ ടാക്സ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇതിലുപരിയായിട്ട് ഗവൺമെന്റ് എംപ്ലോയീസിന്റെ സാലറി വെട്ടി കുറയ്ക്കുന്നുണ്ട്. ഇപ്പം ഗവൺമെന്റ് എംപ്ലോയീസിന്റെ സാലറി വെട്ടി കുറയ്ക്കുന്നുണ്ട്. പലർക്കും, അതായത് ഈ ബ്യൂറോക്രസിയിലുള്ള സർക്കാരിന്റെ ക്ലോസ്ഡ് സർക്കിളിലുള്ള ആൾക്കാർക്കൊക്കെ സാലറി ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയും കൂടെ ഇപ്പൊ നടക്കുന്നുണ്ട്. അതായത് ശമ്പളം ഇല്ല ആ രീതിയിൽ. ഇന്ത്യക്കും കുറെ അവർ റീപേയ്മെന്റ്സ് ഒക്കെ തരേണ്ടതുണ്ട്. ഇപ്പൊ ചൈനയും ഇന്ത്യയുമായിട്ട് അവർ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2027 വരെ ഞങ്ങളുടെ പേയ്മെന്റ് സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഇന്ത്യ ഒരു പക്ഷേ സ്കിപ്പ് ചെയ്ത് കൊടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ചൈന അങ്ങനെ കൊടുക്കുമെന്ന് അറിയത്തില്ല. ചൈന അവർ എന്തെങ്കിലുമൊക്കെ സ്കിപ്പ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടെങ്കിൽ അതിന് പകരം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കും അവർ. അപ്പൊ അതിന് തീർച്ചയായിട്ടും ചിലപ്പോൾ 1-2 ദ്വീപുകളൊക്കെ ചിലപ്പോൾ എഴുതി എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിട്ടുള്ള മാൽഡീവ്സിന്റെ ഏറ്റവും വലിയ ആത്മബന്ധമുള്ള സുഹൃത്തുക്കളായിട്ടുള്ള തുർക്കി, പിന്നെ ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ബംഗ്ലാദേശ് 5 പൈസ കൊടുക്കാനുള്ള അവസ്ഥയിലല്ല ബംഗ്ലാദേശ് ഉള്ളത്. പിന്നെ തുർക്കി ആണെങ്കിൽ ആർക്കും 5 പൈസ കൊടുക്കത്തില്ല. തുർക്കി വല്ല ഡ്രോണോ വല്ല എന്തെങ്കിലുമൊക്കെ മിഷനറീസോ വല്ല എക്യുപ്മെന്റ്സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചോദിക്ക്, തുർക്കി കൊണ്ട് തരും. അല്ലാതെ തുർക്കി പൈസ ഒന്നും തരുന്ന ഒരു പരിപാടിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിലേക്ക് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ മാൽഡീവ്സ് എന്ന് പറഞ്ഞ ഒരു ലാൻഡിന്റെ ഒരു ഷേപ്പ് നിങ്ങൾ നോക്കണം. വളരെ ചെറിയ ചെറിയ ഐലൻഡുകളാണ് അവിടെ. ഈ ജലനിരപ്പിൽ നിന്ന് തന്നെ, അതായത് ഈ കടലിന്റെ ആ ഒരു അടിത്തട്ടിൽ നിന്ന് തന്നെ വളരെ ചെറിയൊരു ഹൈറ്റ് മാത്രമാണ് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന വളരെ മനോഹരമായ ഐലൻഡുകളാണ് ഇതെല്ലാം. അപ്പൊ അവിടെ ഈ പവിഴപ്പുറ്റുകളാണ് അവിടെ എല്ലാം ചുറ്റാകെ ഉള്ളത്. ആ ലാൻഡിന് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കൺസ്ട്രക്ഷൻസ് അതൊക്കെയാണ് അവിടെ ചെയ്യേണ്ട കാര്യം. അപ്പൊ അവിടെ ചൈന വന്ന് ഇവരെ അങ്ങ് മോഹിപ്പിച്ച്, നമ്മളിവിടെ വലിയ വലിയ ബിൽഡിങ്ങുകൾ, നിങ്ങൾ ദുബായ് കണ്ടില്ലേ, അവിടെയൊക്കെ ഇങ്ങനെ പാം ദുബായ് കണ്ടിട്ടില്ലേ, അതേപോലെയൊക്കെ നമുക്ക് ബിൽഡ് ചെയ്ത് ഭയങ്കരമായിട്ട് ടൂറിസ്റ്റുകളെ അങ്ങ് വരുത്തി ഇത് വലിയൊരു സംരംഭമാക്കി കളയാം എന്നുള്ള രീതിയിലുള്ള മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അൺഫീസിബിൾ പ്രോജക്റ്റ് എന്ന് പറയും. അൺഫീസിബിൾ പ്രോജക്റ്റ്. ഈ അൺഫീസിബിൾ പ്രോജക്റ്റ് ആണ് ഇപ്പം നേപ്പാളിലെ എയർപോർട്ട് ആയിക്കോട്ടെ, അതുപോലെ ശ്രീലങ്കയിൽ തുടങ്ങിയ പ്രോജക്റ്റുകൾ ആയിക്കോട്ടെ, ഇതേപോലെ ഈ സിൽക്ക് റോഡിന്റെ ഭാഗമായിട്ട് കുറെ പ്രോജക്റ്റുകൾ ഇങ്ങനെ അൺഫീസിബിൾ പ്രോജക്റ്റുകളായിട്ട് ചൈനയുടെ നിലനിൽക്കുന്നുണ്ട്. അതിൽപ്പെട്ട പ്രോജക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മാൽഡീവ്സിന്റെ ചൈനീസ് പ്രോജക്റ്റുകളെ നമുക്ക് വിലയിരുത്താം. ചൈനയിൽ നിന്ന് ഇവർക്ക് പൈസയായിട്ട് കിട്ടി ഇവർ ഗവൺമെന്റിൽ ത്രൂ ഭയങ്കരമായിട്ട് ഉപയോഗിച്ചങ്ങ് ഭയങ്കര നന്നായി എന്നല്ല. ചൈനയുടെ ഫണ്ട് കൊണ്ടുവന്ന്, ചൈനയുടെ ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ പാലം പണിതു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പൈസകൾ മൊത്തം ഇങ്ങനെ പോയിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് മൊയ്സുവിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ഷന് മുമ്പ് കുറച്ച് ഫണ്ടൊക്കെ ചൈനയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതാ പാപ്പരായി ഇരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അൺഫീസിബിൾ പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ ഈ ഒരു മൊയ്സുവിനെ മാത്രമല്ല, ഇതിന് മുമ്പിരുന്ന സർക്കാരുകളും ഈ ഒരു അൺഫീസിബിൾ പ്രോജക്റ്റ് കൊണ്ടുവന്നതാണ് ഈ രാജ്യത്തിന്റെ ഒരു പതനത്തിന് കാരണമായിട്ട് ഇപ്പം മാറി തീർന്നിരിക്കുന്നത്. കാരണം അവിടെയൊക്കെ ഈ രീതിയിലുള്ള പ്രോജക്റ്റുകളുടെ ആവശ്യമില്ലാതെ അവിടെയുള്ള അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങളാണ് അവിടെ ആൾക്കാർ മൊത്തം താമസിക്കുന്നത്. മാലി എന്ന് പറയുന്ന ആ ഒരു ദ്വീപ് തന്നെയാണ് അവിടെ ഏറ്റവും വലിയൊരു ദ്വീപായിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം ചെറിയ ചെറിയ ദ്വീപുകളാണ്. അവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്പോർട്ടിന് സീ പ്ലെയിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഈ പാലം പണിയുക, അത്രയും ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ പാലം പണിയുക, റോഡ് പണിയുക, കണക്ടിങ് റോഡ് പണിയുക, ഇതെല്ലാം എത്ര കാലത്തേക്ക്? കടൽ നിരപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 5 അടി മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ പല ദ്വീപുകളും അവിടെ മുങ്ങിത്താഴുന്ന അവസ്ഥയാണുള്ളത്. നമുക്കൊരു ലാൻഡ് കാണുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടേതായിട്ടുള്ള നാച്ചുറൽ ഡെവലപ്മെന്റ് അതാണ് വേണ്ടത്. അവിടുത്തെ ഹോട്ടൽസുകൾ, റിസോർട്ടുകളൊക്കെ വളരെ മനോഹരമാണ്. അതൊക്കെ ആ രീതിയിൽ തന്നെയാണ് ചെറിയ ഹട്ടായിട്ട് വളരെ നല്ല രീതിയിലുള്ള റിസോർട്ടുകളായിട്ടാണ് അവിടെ പണിത് വെച്ചിരിക്കുന്നത്. അതൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് നമുക്കൊന്നും പറയാനില്ല. മൊയ്സ് വൈകാതെ തന്നെ ഇന്ത്യയിലോട്ട് വരുന്നതായിരിക്കും. വേറെ ഒന്നിനുമല്ല, പൈസ മേടിക്കാനാണ് വരുന്നത്.
നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ എന്തെങ്കിലും കുറെ നക്കാപ്പിച്ച എന്തെങ്കിലും ഇട്ട് ഒരു റൗണ്ട് ഫിഗർ ആക്കി ഒന്ന് തരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് വരുന്നത്. ഇന്ത്യയെ ഒരുപാട് അപമാനിച്ചതല്ലേ, അപ്പൊ എന്തായാലും വന്നിട്ട് പോകുന്നത് തന്നെയായിരിക്കും അതിന്റെ ശരിയായ രീതി എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.